അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, മദീനയിൽ തന്നെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായ ഒരു സ്വഹാബിയുണ്ട്, സഅദ് ബിൻ ഖൈസമ. മഹാനുകൾക്ക് കുറേ പ്രത്യേകതകളുണ്ട്, നമ്മൾ ഞെട്ടിപ്പോകുന്ന പ്രത്യേകതകൾ. ഇൻഷാ അല്ലാഹ് സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ഇന്ന് മദീനയിൽ വെച്ച് തന്നെ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ മസ്ജിദുൽ ഖുബാഇന്റെ മുൻവശത്തായിട്ട് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിയുമായ മഹാനായ സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു തആല അൻഹുവിൻ്റേത് എന്ന് രേഖപ്പെടുത്തപ്പെട്ട ഒരു വീടിൻ്റെ സ്ഥാനം കാണാം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വഴി അവിടെ ഇറങ്ങുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ ഖുബായിൽ താമസിച്ചിരുന്ന സമയത്ത് രണ്ട് സ്വഹാബികളുടെ വീടുകളിൽ മാറി മാറിയാണ് താമസിച്ചത്. ഒന്ന് കൽസൂം ബിൻ ഹദം റളിയല്ലാഹു അൻഹു, ആ മഹാനുകളുടെ വീടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്രം മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ സ്വഹാബിയുടെ വീട്ടിൽ അഥവാ സഅദ് ബിൻ ഖൈസമ എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്നു. ഇവിടെ നബി തങ്ങളുടെ കൂടെ നിരവധി സ്വഹാബാക്കൾ, മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, ബിലാൽ ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, റുഷിമാലയൻ റളിയല്ലാഹു അൻഹു അടക്കം നിരവധി സ്വഹാബാക്കളും ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിൽ താമസിക്കാൻ ചില കാരണങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ അത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ബദറിൽ പോവുകയും ബദറിൽ ഷഹീദാവുകയും ചെയ്ത സ്വഹാബിയാണ് സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പിതാവ് മുശ്രിക്കായിരുന്നു. മുശ്രിക്കായ പിതാവിൻ്റെ വെട്ടേറ്റുകൊണ്ടാണ് സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു തആല അൻഹു വഫാത്തായത് എന്നാണ് ചരിത്രകാരന്മാരായ പണ്ഡിതന്മാരുടെ ഒരു പക്ഷം. എന്നാൽ സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ സഅദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് വരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും ഒരാൾ യുദ്ധത്തിന് വന്നാൽ മതി, മറ്റൊരാൾ കുടുംബം നോക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ നബി തങ്ങളുടെ അടുക്കൽ വാപ്പായും അഥവാ മഹാനായ സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹു മകനായ അബ്ദുല്ലാഹ് ബിൻ സഅദ് റളിയല്ലാഹു തആല അൻഹുവും ആര് വരുമെന്നുള്ള വിഷയത്തിൽ തർക്കമായപ്പോൾ ഞറുക്കിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. അങ്ങനെ ഞറുക്കിട്ടപ്പോൾ അബ്ദുല്ലാഹ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനാണ് ഞറുക്ക് വീണത്. ആ സമയം മകനോട് അബ്ദുല്ലാഹ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അഭ്യർത്ഥിക്കുകയും അപ്രകാരം തന്നെ മഹാനായ അബ്ദുല്ലാഹ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനെയും സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു തആല അൻഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പങ്കെടുക്കാൻ അനുവാദം നൽകുകയും മഹാനായ സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധത്തിൽ വധിക്കപ്പെടുകയും ചെയ്തു. മഹാനുകളുടെ വീടായിരുന്നു ഈ ഖുബാ മസ്ജിദിൻ്റെ മുൻവശത്തുള്ള അടയാളം ചെയ്തിട്ടുള്ള വീട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മേൽ പറയപ്പെട്ട സ്വഹാബികളും ദിവസങ്ങളോളം താമസിച്ചിരുന്നു. ഇന്ന് മസ്ജിദുൽ ഖുബാഇൻ്റെ മുൻവശത്ത് പോകുന്ന ഏതൊരാൾക്കും മറ്റൊരാളുടെ സഹായമില്ലാതെ ബോർഡ് രേഖപ്പെടുത്തിയത് കണ്ട് ആ സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട് തിരിച്ചറിയാനും ആ നിന്ന സ്ഥലം കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഈ അടുത്തിടയ്ക്കാണ് ഇങ്ങനെയൊരു മാറ്റവും ഇങ്ങനെയൊരു പുനർവിചിന്തനവുമൊക്കെ ഉണ്ടാവുകയും അങ്ങനെ വീട് നിന്ന സ്ഥലം അടയാളപ്പെടുത്തുകയും ചെയ്തു. വർഷങ്ങളായി ഹജ്ജിന് പോയിരുന്ന ഉംറയ്ക്ക് പോയിരുന്ന അമീറുമാരും ഹാജിമാരുമൊക്കെ ഇത് പലപ്പോഴും അന്വേഷിക്കുകയും കണ്ടെത്താതെ നിരാശരായി മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിൽ വെച്ച് താമസിച്ചിരുന്ന വീടും അതുപോലെ തന്നെ അതിൻ്റെ പരിസരവും നമ്മൾക്ക് ഖുബായിലെത്തിയാൽ കാണാനുള്ള അടയാളം ഇപ്പോൾ ഉണ്ട്. നബിതങ്ങളും ഈ വലിയ സ്വഹാബാക്കളും താമസിച്ച സ്ഥലമായതുകൊണ്ട് അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. മസ്ജിദുൽ ഖുബാഇൻ്റെ മുൻവശത്ത് കിബിലയ്ക്ക് നേരെ നിന്നാൽ ഏറ്റവും വലതുവശത്തായിട്ട് കാണുന്ന അടയാളമാണ് മഹാനായ സയ്യിദ് ബിൻ ഖൈസമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്താനും മഹാനുകളുടെ വീട് നിന്ന സ്ഥലം സന്ദർശിക്കാനും തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.